അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഇബ്നു ജൗസി റളിയല്ലാഹു അൻഹു പറയാണ്, മാ അശ്ബഅ മിൻ മുതഅലഅത്തിൽ കുതുബി, എനിക്ക് എത്ര കിതാബ് വായിച്ചാലും എനിക്ക് മതിയാവുകയില്ല, എൻ്റെ പള്ള നിറഞ്ഞി എന്നാവുകയില്ല. എനിക്ക് അത്രമാത്രം ഇഷ്ടമാണ് കിതാബുകൾ വായന എന്നുള്ളത്. ഇൽമിനോട് അത്രമാത്രം താല്പര്യത്തോടുകൂടെ ബഹുമാനപ്പെട്ടവർ പറയാണ്. എന്നിട്ട് പറയാണ്, വൈദാ റഅയ്തു കിതാബൻ, ഒരു കിതാബിനെ ഞാൻ കണ്ടാൽ ലം അറഹു, അതുവരെ ഞാൻ കണ്ടിട്ടില്ല, അങ്ങനത്തെ ഒരു കിതാബ് എനിക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ ഫകഅന്നി വഖഅതു അലാ കൻസി, എനിക്ക് വലിയൊരു നിധി കിട്ടിയതുപോലെയാണ് ഞാനത് മനസ്സിലാക്കുന്നത്. അത്രമാത്രം എനിക്ക് സന്തോഷമാണ് ഒരു ഇൽമൻ പഠിക്കുക, കിതാബ് വായിക്കുക എന്ന് പറയുന്നത് എന്ന് ബഹുമാനപ്പെട്ടവർ പറയണം. ഇതാണ് മഹാന്മാരുടെ ജീവിതം. ഇൽമിനോട് എന്തുമാത്രം താല്പര്യമാണ്. ബഹുമാനപ്പെട്ട ഇബ്നു ശിഹാബ് സുഹ്രി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നത് കാണാം. ബഹുമാനപ്പെട്ടവരും എങ്ങനെയാണ്, ധാരാളം വായനക്കാരാണ്, ധാരാളം കിതാബുകൾ വായിക്കും, ഏത് സമയത്തും വായിക്കുകയാണ് ബഹുമാനപ്പെട്ടവരുടെ പതിവ്. അവിടുത്തെ ഇത് കണ്ട് അവിടുത്തെ ഭാര്യ പറയുന്നൊരു വാക്കുണ്ട്, എന്ത്, വല്ലാഹി ഇന്ന ഹാദിഹിൽ കിതാബ അശദ്ദു അലയ്യ മിൻ സലാസി ദറാഇരിൻ. ബഹുമാനപ്പെട്ടവരുടെ ഭാര്യ പറയാണ്, എൻ്റെ ഭർത്താവിനിക്ക് ഇനി 2 ഭാര്യമാരുണ്ടാകുന്നത് പോലും എനിക്ക് വേണമെങ്കിൽ പ്രശ്നമല്ല, അതിനേക്കാൾ എനിക്ക് വലിയ പ്രശ്നമായത് ഇദ്ദേഹത്തിൻ്റെ കിതാബാണ്. ഇത്രമാത്രം ബഹുമാനപ്പെട്ടവര് ഈ കിതാബിന്റെ പിന്നാലെ ആയിരുന്നു എന്നാണ് ബഹുമാനപ്പെട്ടവരെ ഭാര്യ സൂചിപ്പിച്ചത്. എന്ന് പറഞ്ഞാൽ ഒരു ഭാര്യ ഒരിക്കലും സമ്മതിക്കില്ലല്ലോ തൻ്റെ ഭർത്താവിന് വേറെ ഒരു ഭാര്യ ഉണ്ടാകുക എന്നുള്ളത്. അത്രമാത്രം ഒരു കാരണം എന്ത്, എനിക്ക് സമയം കിട്ടൂലല്ലോ, എന്നെ കൂടെ കിട്ടുകയില്ലല്ലോ. ആ സമയത്താണ് ബഹുമാനപ്പെട്ടവരെ ഭാര്യ പറഞ്ഞത്, ഇനി 2 ഭാര്യ ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് ഇത്ര പ്രശ്നമുണ്ടായില്ലായിരുന്നു, അതിനേക്കാളും വലിയ പ്രശ്നമാണ് ബഹുമാനപ്പെട്ടവരെ കയ്യിലുള്ള കിതാബുകൾ എന്ന് ഇവിടുത്തെ ഭാര്യ പറയുകയാണ്. കാരണം അത്രമാത്രം കിതാബിന്റെ പിന്നാലെ കൂടുകയാണ്. അതാണ് മഹാന്മാർ, അവർ ഇൽമിന്റെ പിന്നാലെ ഓടിയത്, അവരെന്നും ഇൽമിന് വേണ്ടി ചെലവ് ചെയ്തത്, അവരുടെ സമയങ്ങളെല്ലാം അതിനു വേണ്ടി അവർ ഒഴിവാക്കിയവരാണ്. അത് നമുക്ക് വലിയ മാതൃകയാകണം. നാമും ഇൽമിന്റെ പിന്നാലെ ഓടുന്നവരാകണം. കിട്ടുന്ന സമയങ്ങളിലെല്ലാം അല്ലാഹുവിനെ കുറിച്ച്, അവന്റെ ദീനിനെ കുറിച്ച് പഠിക്കുന്നവരാകണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.